തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ, ഇപ്പോൾ കോഴിക്കോട് പേരാമ്പ്രയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളും വാർത്തകളുമാണ് നമ്മൾ കൊടുക്കുന്നത്. ഷാഫി പറമ്പിൽ MP അടക്കം പ്രവീൺകുമാർ അടക്കം 6 പേർക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമുണ്ട്. അങ്ങേക്ക് ഇവിടുത്തെ സംഘർഷത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചോ? നേതാക്കൾ പ്രതികരിച്ചിരുന്നോ? സംഘർഷം ഉണ്ടായി എന്നുള്ളത് അറിയാം, പക്ഷെ അതിന്റെ ഡീറ്റെയിൽസിലോട്ട് എത്തിയിട്ടില്ല. ഇന്ന് UDF-ന്റെ ഹർത്താൽ ദിനമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് UDF ഒരു പ്രതിഷേധ പ്രകടനം അവിടെ നടത്തുന്നുണ്ടായിരുന്നു. അവിടെ വലിയ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ LDF UDF സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഷാഫി പറമ്പലിന് പരിക്കേറ്റിട്ടുണ്ട്, മൂക്കിനൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. ഇവിടെ ഒരു രാഷ്ട്രീയ പ്രതിയോഗിയെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ. CPM-ന്റെ ഈ നിലപാട് എവിടെ പോയി നിൽക്കും? സംസ്ഥാനത്തെ എവിടെ എത്തിക്കാനാണ് അവരുടെ പ്ലാന്? ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ ഒരു MP-യുടെ ജീവന് പോലും രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്നാലോ? നമ്മുടെ സമൂഹം എവിടെ പോയി നിൽക്കുമെന്നുള്ളതിനെ കുറിച്ച് പറയണ്ടേ? അസഹിഷ്ണുതയാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര. അതുകൊണ്ടാണ് ഷാഫി പറമ്പിൽ MLA പോലെ ഒരു MP-യെ പോലെ ഒരാളിനെ ഇങ്ങനെ വളരെ മോശമായി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. ഷാഫി പറമ്പിലും പ്രവീൺകുമാറിനും DCC പ്രസിഡന്റും പരിക്കുണ്ട്. അതെ, വളരെ വളരെ തെറ്റായ നടപടിയാണ്. അക്രമം അഴിച്ചുവിടുകയാണ്. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം സ്വാഭാവികമായും ഇവരെ തിരിഞ്ഞു പിടിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ കേരളം ഒട്ടാകെ നമ്മൾ നോക്കിയാൽ മതി. എല്ലാ പ്രദേശത്തും CPM-ന് രക്ഷയില്ലാതെ വരുന്ന സ്ഥലത്തെല്ലാം അക്രമം കാണിക്കുകയാണ്. അതിനെല്ലാം ഒരു ശക്തി സ്രോതസ്സുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രോത്സാഹനമാണ് ഈ പറയുന്ന ഗുണ്ടകളുടെ വെളഞ്ഞാട്ടം. കേരളം ഗുണ്ടകളെ കൊണ്ട് കൊയ്തെടുക്കാൻ പറ്റുമോ? അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗുണ്ടാ വിളയാട്ടത്തിന് അന്ത്യമുണ്ടാക്കാൻ കഴിയുന്നില്ലെന്ന് വരികിൽ അതിന്റെ അനുഭവം അറിയേണ്ടി വരും. ഇത് ഒരു കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അതാണ് ഇങ്ങനെ വലുതായി മാറിയിരിക്കുന്നത്. ചെറിയ രാഷ്ട്രീയ പ്രശ്നങ്ങളല്ലേ? കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് എന്നുള്ളതല്ലോ. ഒരു MP അല്ലേ ശ്രീ ഷാഫി പറമ്പിൽ? ഒരു MP അല്ലേ? ആ MP-ക്ക് കുറെ പ്രിവിലേജ് ഇല്ലേ? മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന, കേരള സംസ്ഥാനം ഒട്ടാകെ അറിയപ്പെടുന്ന, ദീർഘകാല MLA ആയിരുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിലിനെ ഇങ്ങനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു സംസ്ഥാനത്തെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്കുള്ള രക്ഷ എന്താണ്? ഒരു അന്തരീക്ഷം മോശമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമല്ലേ? വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.